ഹായ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ കഴിഞ്ഞ വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ. ഇപ്പോൾ ഇവിടെ നിന്നാണ് ഞാൻ ഇൻട്രോ എടുക്കുന്നത്. അപ്പോൾ നല്ല പൂവൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ ലൈറ്റൊക്കെ വരുന്നുണ്ട്, നല്ല രസമാണ്. എൻ്റെ സ്റ്റുഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ ബോക്സിൻ്റെ ഉള്ളിൽ എനിക്ക് വീഡിയോ ഞാൻ റെക്കോർഡൊക്കെ ചെയ്യുമ്പോൾ നല്ലൊരു സ്റ്റുഡിയോ പോലെ സൗണ്ടാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ 2-3 വീഡിയോകളൊക്കെ ഞാൻ ഇവിടെ നിന്നെടുത്തത്. പക്ഷേ റെക്കോർഡൊക്കെ ഞാൻ നേരത്തെ ഇവിടെ വെച്ച് ഞാൻ കുറേ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല സ്പീക്കർ പോലെ സൗണ്ടാണ്, എല്ലാം അടഞ്ഞിട്ടാണല്ലോ. ഇത് സ്റ്റെയർകേസിൻ്റെ ഭാഗമാണ്, കണ്ടോ. മുകളിലേക്ക് പോകുന്ന സ്റ്റെയർകേസിൻ്റെ അവിടെയുള്ള ഒരു ജനലാണ്. അപ്പോൾ അത് ബോക്സ് പോലെ ആക്കിയത് കൊണ്ട് ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഫ്ലവർ വേസ് വെച്ചിട്ടുണ്ട്. ഒരു രസമല്ലേ. അപ്പോൾ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നല്ല ലൈറ്റും ഉണ്ട്, നല്ല സ്പീക്കർ പോലെ സൗണ്ട് വരുന്നുണ്ട്. ഞാനിവിടെ നിന്നാണ് വീഡിയോ റെക്കോർഡൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ 2-3 വീഡിയോകളൊക്കെ ഇവിടെ ഇരുന്നിട്ട് ഇൻട്രോ പറഞ്ഞു. അപ്പോൾ കുഴപ്പമില്ല എന്നാണ് തോന്നുന്നത്. ഇന്നൊരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇടിച്ചക്കയുടെ ടൈമാണല്ലോ. അപ്പോൾ ഇടിച്ചക്ക കൊണ്ട് ഒഡീഷയിൽ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് ഞാനുണ്ടാക്കുന്നത്. നമ്മളവിടെയൊന്നും ഇടിച്ചക്ക കൊണ്ട് മസാലക്കറി അങ്ങനെ അധികം ഉണ്ടാക്കുന്നില്ലല്ലോ. അപ്പോൾ ഇടിച്ചക്ക കൊണ്ട് ഒരു മസാല നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇടിച്ചക്ക ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് മസാലയൊക്കെ ഇട്ടിട്ട് ഞാനത് ഡീറ്റെയിലായിട്ട് ആ വീഡിയോ ആണ് ഇന്നത്തെ. അപ്പോൾ നിങ്ങൾ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഇങ്ങനെ ഈ സ്റ്റൈലിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് പറയുക. ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, ഉണ്ടാക്കാൻ സാധ്യതയില്ല. കാരണം ഒഡീഷ സ്പെഷ്യലാണ്, ഒഡീഷയിലാണ് അങ്ങനെ ഇടിച്ചക്ക കൊണ്ട് മസാലക്കറി ഉണ്ടാക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം നമുക്ക് ഇടിച്ചക്ക റെസിപ്പി നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഓക്കേ. അപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി ഒരു ഇടിച്ചക്ക. നല്ല പാകമായ ഇടിച്ചക്കയാണ്, തീരെ ചെറുതല്ല. ഇപ്പം മൂക്കാറായി ടൈമാണല്ലോ. അപ്പോൾ കുറച്ച് അത്യാവശ്യം മൂത്തത് തന്നെയാണ്, തീരെ അങ്ങോട്ട് ഇടിച്ചക്കയാണ്. അപ്പോൾ ഞാൻ എല്ലാം മുറിച്ച് കാണിച്ചു തരാം. ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത്. ഒരു കയ്യിൽ മൊബൈൽ വെച്ചിട്ട് ആ കൈ കൊണ്ട് പിടിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ മുറിച്ചു, മൊബൈലവിടെ വെച്ചിട്ട് മുറിച്ചു. അപ്പോൾ ഇത് 2 പീസാക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ 2 പേരും മോന് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ഇടിച്ചക്കയൊന്നും വേണ്ട. അപ്പോൾ ഒരു കഷ്ണം ഞങ്ങൾ അയൽവക്കത്തുള്ള ചേച്ചിക്ക് കൊടുക്കണം. അപ്പോൾ ഇതിന്ന് ഈ ഒരു കഷ്ണത്തിൽ നിന്ന് തന്നെ അത്രയും വേണ്ട, അത് തന്നെ കൂടുതലാകും. എന്തായാലും നമുക്ക് മുറിച്ച് നോക്കിയിട്ട് എത്ര പീസ് ഉണ്ടെന്നൊക്കെ നോക്കാം. ഇതാ നല്ല പാകമായ ഇടിച്ചക്കയാണ്. അപ്പോൾ ഇതിനെ 2 പീസാക്കി. കുരു ഒന്നും കട്ടിയൊന്നും ആയിട്ടില്ല. കുരുവൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇടിച്ചക്ക തന്നെയാണ്. ഇപ്പോൾ ഞാൻ 4 പീസാക്കി, തോലൊക്കെ ചെത്തി. നമുക്കിത് തീരെ ചെറുതല്ല, നമ്മൾ ഇടിച്ചക്ക ഉപ്പേരിക്കൊക്കെ മുറിക്കുന്ന പോലെ വേവിക്കാൻ മുറിക്കില്ല. ഈ ഒരു കഷ്ണം, ഈ ഒരു പാകം മതി. എന്നിട്ട് അപ്പം ഞാൻ 3 പീസാണ് മുറിച്ചത്. അപ്പം തന്നെ 3 ആയി. ഒരു പീസ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ എപ്പോഴെങ്കിലും എടുക്കുക. അതാ കണ്ടില്ലേ, ഒരു പീസ് ഇത്ര ഇതിൻ്റെ ആവശ്യമുള്ളൂ. നമ്മൾ 2-3 ഉരുളക്കിഴങ്ങും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു ചീനച്ചട്ടി വെച്ച് അതിൽ കുറച്ച് എണ്ണ ഒഴിക്കുക. അതിൽ കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണയൊക്കെ നമ്മൾ കുറച്ച് ഉപയോഗിക്കുന്നുള്ളൂ. അങ്ങനെ ഒരുപാട് മസാലയോ ഒരുപാട് എണ്ണയൊന്നും യൂസ് ചെയ്യാറില്ല. അപ്പോൾ ആ കുറച്ച് എണ്ണയിൽ ഈ നമ്മൾ മുറിച്ച് വെച്ച് ചക്ക കഴുകി വാരിയിട്ടോ. അത് ഞാൻ ഒരു കയ്യിലും വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ്. കഴുകി വാരിക്കൊണ്ട് വന്നിട്ട് ഇതുപോലെ ചെറുതായിട്ട് വഴറ്റിയെടുക്കണം. ഇവിടുത്തെ ഒഡീഷ സ്പെഷ്യലാണ് ഞാൻ പറഞ്ഞു. ഒഡീഷയിൽ എല്ലാ വെജിറ്റബിളും ഇങ്ങനെ ഒന്ന് വഴറ്റിയിട്ടൊക്കെയാണ് സാധാരണ ചെയ്യുക. എണ്ണയിൽ വഴറ്റി ഉരുളക്കിഴങ്ങൊക്കെ ഞാൻ കാണിച്ചു തരാം അത്. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ വറുത്ത് കോരിയല്ല, ചെറിയ എണ്ണയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കിക്കൊണ്ട് കരിഞ്ഞും പോകരുത്. നമ്മൾ ഇളക്കി കുറച്ചൊന്ന് എണ്ണയിലൊന്ന് വാട്ടിയെടുക്കുക. അങ്ങനെ ചെയ്യണം. ഞാൻ അതിൻ്റെ പാകം കാണിച്ചു തരാം. ഇതുപോലെ വഴറ്റിയെടുത്തിട്ട് കോരി വെച്ചിട്ട് വേണം മസാലയൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഒന്നൊന്ന് ചെറിയൊരു ബ്രൗണിഷ് ആയാൽ മതി. അല്ലാതെ അങ്ങനെ വറുത്ത് കോരിയല്ല, ഒന്ന് വഴണ്ട് വരിക. അപ്പോൾ ഇതാ ഞാനത് കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി. ഇനി നമുക്ക് ഇതാ കണ്ടില്ലേ, ഇനി ഇതിൽ തന്നെ ഉരുളക്കിഴങ്ങ് നമുക്ക് വറുത്ത് കോരിയെടുക്കണം.
ഈ വലിപ്പത്തിലാണ് ഒരു ഉരുളക്കിഴങ്ങ് ഞാൻ 4 പീസാക്കിയിട്ടുണ്ട്. കുറച്ച് വലുതായി തന്നെ വേണം, ചെറുതായി കഴിഞ്ഞാൽ ഈ ചക്ക വേകുമ്പോഴേക്കും ഇതെല്ലാം ഉടഞ്ഞ് കലങ്ങി പോവില്ലേ, അതുകൊണ്ട് കുറച്ച് വലിയ പീസ് തന്നെ വേണം. ഇനി ഇതും കുറച്ചൊരു തുള്ളി എണ്ണ ഒഴിച്ചിട്ട് അതിൽ ഇങ്ങനെ വഴറ്റിയെടുക്കണം. അതിൻ്റെ ഞാൻ കളറ് ചേഞ്ച് ഞാൻ കാണിച്ചു തരാം. ഒരു ചെറിയ ബ്രൗണിഷ് ആകുകയുള്ളൂ, അല്ലാതെ വറുത്ത് കോരിയല്ല, ചെറുതായിട്ടൊന്ന് കളറും മങ്ങും. അങ്ങനെ ഉരുളക്കിഴങ്ങ് ഇതാ കണ്ടില്ലേ, ഇതുപോലെ ആക്കിയാൽ മതി. ഇങ്ങനെ ഉരുളക്കിഴങ്ങ് മസാലക്കറിയൊക്കെ വെക്കുമ്പോഴും നല്ല ടേസ്റ്റാണ്. ചിക്കനിലൊക്കെ നമ്മളിങ്ങനെ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ വഴറ്റിയിട്ട് ആണ് ഇടുക കറിയിൽ. ചിക്കനിൽ, മുട്ടക്കറിയിൽ, മീൻ കറിയിൽ, മീനിലൊക്കെ ഇങ്ങനെ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് വെക്കും. ഇവിടെ ഉരുളക്കിഴങ്ങൊക്കെ ഇവിടെ കൃഷിയുള്ളത് കൊണ്ടാണ് തോന്നുന്നു, ഉരുളക്കിഴങ്ങൊക്കെ അത്യാവശ്യം ഇവർ കഴിക്കും. അപ്പോൾ എല്ലാ വെജിറ്റബിളും ഉരുളക്കിഴങ്ങ് ഇട്ട് വെക്കും, അതൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പോൾ ഈ ഇടിച്ചക്കയിലും ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ചിക്കനിലും ഉരുളക്കിഴങ്ങ് വെക്കുന്നത് നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെ നാട്ടിലൊക്കെ വെക്കലുണ്ടല്ലോ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് ചിക്കനൊക്കെ. അപ്പോൾ ഈ കോരിയെടുത്തതും അതേ ഇടിച്ചക്കേൻ്റെ കൂട്ടത്തിൽ തന്നെ വെച്ചു. ഇനി ഒന്നിച്ചാണല്ലോ മസാലയൊക്കെ വഴറ്റുന്നത്. ഇനി ഞാൻ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു. എണ്ണ ചീനച്ചട്ടിയിലുണ്ടെങ്കിൽ വേറെ ഒഴിക്കേണ്ട, കുറച്ച് എണ്ണ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ഇനി ഗ്രാമ്പു, ഏലക്ക, ബെല്ലീഫ്, കറുവപ്പട്ട ഇട്ടിട്ട് കുറച്ച് ജീരകം പൊട്ടിച്ചിട്ടുണ്ട്. നിങ്ങൾ നോർത്തിലൊക്കെ ജീരകമാണ് പൊട്ടിക്കുന്നത്. ഇനി നിങ്ങൾക്ക് അതിന് പകരം ജീരകം വേണ്ടെങ്കിൽ കടുക് പൊട്ടിച്ചാലും മതി. കുറച്ച് ഉള്ളി, ഒരു ഉള്ളി മതി, ഉള്ളി. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതൊന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് മസാല ചേർക്കണം. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ട് വരട്ടെ, അങ്ങനെ അങ്ങ് ഫ്രൈ ആക്കുകയല്ല. ഇതാ ഒരു ബ്രൗണിഷ് കളറായി. ഇനി നമുക്ക് അതിലേക്ക് മസാല ഇടണം. അപ്പോൾ മസാല ഞാൻ ഇതാ ഈ ഒരു ഭാഗം മതിയേ. അപ്പോൾ അടുത്ത് തന്നെ നിന്ന് ചെയ്യണം, കരിഞ്ഞൊന്നും പോകരുത്. അപ്പോൾ ഇതാ ഞാൻ മസാല ഇടുകയാണ്. ഈ മസാല എന്ന് പറഞ്ഞാൽ ഒരു നുള്ള് ജീരകം, ഇഞ്ചി, വെളുത്തുള്ളി, ഒരു തക്കാളി, അതാണ് ഞാനിതിൽ അരച്ചെടുത്തത്. നിങ്ങൾ ടൊമാറ്റോ പേസ്റ്റ് എക്സ്ട്രാ അരച്ചാലും മതി. ഇനി ഇല്ലെങ്കിൽ എണ്ണയിൽ ഉള്ളിയും ഈ മസാലകളെല്ലാം കൂടി അരച്ചെടുത്തിട്ട് പിന്നെ നമുക്ക് ഇത് കഴുകി ഒഴിക്കുകയാണ് ഇച്ചിരി വെള്ളം. ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് ജീരകവും ഇച്ചിരി കുരുമുളകും ഒക്കെ കൂടി പേസ്റ്റാക്കിയിട്ട് എണ്ണയിലിട്ട് തക്കാളി മാത്രം വഴറ്റിയിട്ട് മസാല ഇട്ടാലും മതി. ഇനി ഇല്ല എങ്കിൽ ടൊമാറ്റോ നമ്മൾ ഇതിൻ്റെ കൂടെ അരച്ചാലും മതി. ആദ്യം ഞാനൊരു ഇച്ചിരി മുളക് പൊടി ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, മല്ലിപ്പൊടി ഇട്ടു, ഗരം മസാല. ഇത് ഡൽച്ചീനി എന്ന് പറഞ്ഞാൽ നമ്മൾ കറുവപ്പട്ടയുടെ ഒരു നുള്ളു പൊടി കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഞങ്ങൾ ഇപ്പോൾ ചൂടൊക്കെ ആയതുകൊണ്ട് മസാലയൊക്കെ അത്രയും കുറവാണ്, മുളക് പൊടിയൊക്കെ ഒരു സ്പൂണില്ല. അപ്പോൾ മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ഞാൻ കണ്ടല്ലോ മസാല, നമ്മളിവിടെ മസാലയൊന്നും അധികം കഴിക്കാറില്ല. അപ്പോൾ കുറച്ച് എല്ലാം പേരിന് ഇട്ടുള്ളൂ. നിങ്ങൾക്ക് മസാല കൂടുതൽ വേണമെങ്കിൽ ഇടാം. അപ്പോൾ ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് അടി പിടിക്കാതെ അത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. മസാലയൊക്കെ വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് മസാലയൊക്കെ നന്നായിട്ടായി ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ച് ഒരു തുള്ളി വെള്ളമൊക്കെ ഒഴിച്ച് ഇങ്ങനെ വഴറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ മസാല നല്ലൊരു മണമൊക്കെ വരും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വഴറ്റി എടുത്ത് വെച്ച ഉരുളക്കിഴങ്ങും ഇടിച്ചക്ക പീസും കൂടി അതിലേക്ക് ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റുക. ആ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് അതിലേക്കൊന്ന് വഴണ്ട് വരണം, അതിലേക്കൊക്കെ നന്നായിട്ട് പിടിക്കണം. അധികം അങ്ങോട്ട് വഴറ്റൊന്നും വേണ്ട, കാരണം നമ്മൾ നേരത്തെ ഓൾറെഡി വഴറ്റി വെച്ചതാണല്ലോ ചക്കയും ഉരുളക്കിഴങ്ങൊക്കെ, അതുകൊണ്ട് അധികം അങ്ങോട്ട് ചെയ്യണ്ട. കുറച്ചൊന്ന് ആ മസാല പിടിക്കുന്ന പോലെയൊക്കെ അടി പിടിക്കുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു തുള്ളി വെള്ളം കുടയെ ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ വഴറ്റിയെടുക്കുക. ഇനിയാണ് നല്ല അടിപൊളി സാധനങ്ങളൊക്കെ ചേർക്കുന്നത്. അപ്പം ഞാൻ കാണിച്ചു തരാം. നല്ല അടിപൊളി ഉഗ്രൻ ടേസ്റ്റാണ്. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇടിച്ചക്കയുടെ സീസണാണല്ലോ, അപ്പോൾ സീസണൊക്കെ കഴിയാറായി. ഞാൻ വീഡിയോ നേരത്തെ എടുത്ത് വെച്ച വീഡിയോ ആണ്, എനിക്കും വീഡിയോ ഇടാൻ ലേറ്റായിപ്പോയി. അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ മസാല കറി ഉണ്ടാക്കുക നമ്മൾ അങ്ങനെ കേരളത്തിൽ ഇങ്ങനെ ഇടിച്ചക്ക കൊണ്ട് ഇങ്ങനെ മസാല കറി ഉണ്ടാക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ ഒഡീഷയിലാണ് ഇങ്ങനെ ഇടിച്ചക്ക മസാല കറി ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മളെ ഡാൽമ ഞാൻ നേരത്തെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഡാൽമയിൽ ഇടിച്ചക്ക ഇടും, നല്ല അടിപൊളി ടേസ്റ്റാണ് ഡാൽമയിൽ ഇടുന്നത്. ഇത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കുകയാണ്.
നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് മൂടി വെക്കണം. അധികം ചാറ് കറി അല്ല, ഇത് ഒരു മസാല കറിയാണ്. അതുകൊണ്ട് ചെറിയ കുഴമ്പ് രൂപത്തിലാണ്. അതുകൊണ്ട് അധികം വെള്ളം അങ്ങോട്ട് ഒഴിക്കണ്ട, വേവാനുള്ള വെള്ളം ഒഴിച്ചാൽ മതി. ഇനി നമ്മൾക്ക് തേങ്ങാപ്പാലൊക്കെ ചേർക്കാനുണ്ട്, പിന്നെ കശുവണ്ടി പേസ്റ്റ് ചേർക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് അധികം കുറേ വെള്ളമൊന്നും ഒഴിക്കണ്ട. എല്ലാം മസാല കുറച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡിഷാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് മസാലകളൊന്നുമില്ല. ഇത് ഞാൻ ഒന്നും കൂടി തുറന്ന് നോക്കുകയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അധികം വെള്ളം ഒഴിക്കാത്തതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കണം. ഉരുളക്കിഴങ്ങും ഒക്കെ ഒന്നിങ്ങനെ ഇട്ട് നോക്കണം. ഞാൻ ഇതിൻ്റെ ഇടയിൽ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, അത് ആ വീഡിയോ മിസ്സായി. ഞാൻ പിന്നെ മസാല അരയ്ക്കാൻ നേരത്തെ അത് എടുക്കുന്ന വീഡിയോയും മിസ്സായിപ്പോയി. അത് എവിടെയോ ഡിലേറ്റ് ആയിപ്പോയി, അറിയുന്നില്ല. ആ വീഡിയോ എടുത്തിരുന്നു, ഞാനത് കാണുന്നില്ല അതിൽ. അതുകൊണ്ടാണ് മസാല ഒഴിക്കുന്നത് മാത്രം കാണിച്ചത്. അല്ലാതെ ഞാൻ മസാല അരയ്ക്കുമ്പോൾ എത്രയാണ് എടുത്തതെന്നുള്ളതൊക്കെ ഞാൻ കാണിക്കുന്നുണ്ടായിരുന്നു. ആ വീഡിയോ മിസ്സായി. അപ്പോൾ ഇത് ഞാൻ കശുവണ്ടി പേസ്റ്റ് ഞാൻ അരച്ച് ഒരു 4-5 പീസ് മതി, അധികം വേണ്ട. ഇതാ 4-5 പീസ് കശുവണ്ടി പേസ്റ്റ് അരച്ചത് അതിലേക്ക് ഇട്ടു. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് വഴറ്റി എടുത്തോളൂ. വേവുന്നതിൻ്റെ കൂടെ തന്നെ എല്ലാ മസാലകളും വഴറ്റിയെടുക്കുക. ഇനിയില്ലെങ്കിൽ ഇറക്കാൻ നേരത്ത് 2-3 തിളയ്ക്ക് മുൻപ് കശുവണ്ടി പേസ്റ്റ് ഇട്ടിട്ട് 2 തിള കഴിഞ്ഞിട്ട് ഇറക്കിയാലും മതി. അപ്പോൾ ഞാൻ എല്ലാം കൂടി നേരത്തെ വഴറ്റിയതൊക്കെ ആയതുകൊണ്ട് ഇതാക്കണം. അപ്പം ഞാൻ തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ്. തേങ്ങാപ്പാലിൻ്റെ കട്ടിപ്പാലല്ല, 2ാം പാലാണ് ഒഴിക്കുന്നത്. 2ാം പാൽ എന്ന് പറഞ്ഞാൽ ഒരു പിടി തേങ്ങ ഇപ്പം നമ്മൾ കറിക്ക് അരയ്ക്കാൻ, ഒരു മുറി തേങ്ങയ്ക്ക് അരക്കാൻ എടുക്കൂലേ, ആ തേങ്ങയിൽ നിന്ന് ഒരിച്ചിരി കൈ കൊണ്ട് പിഴിഞ്ഞ് ഒരിച്ചിരി ആ നല്ല പാൽ എടുത്ത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള പാൽ നന്നായിട്ട് കൈ കൊണ്ട് തന്നെ പിഴിഞ്ഞിട്ട് ഒഴിക്കുന്നതാണ്. അല്ലാതെ തേങ്ങാപ്പാൽ കുറേ ഒരു തേങ്ങ വലിയ തേങ്ങ പാലെടുത്ത് 2 കപ്പ് തേങ്ങാപ്പാൽ അങ്ങനെയൊന്നും കണക്കില്ല. നമ്മൾക്ക് അധികം ചാറ് വേണ്ടല്ലോ. നിങ്ങൾക്ക് ചാറ് അധികം വേണമെങ്കിൽ തേങ്ങാപ്പാൽ അധികം ഒഴിച്ചോളൂ. അപ്പോൾ തേങ്ങാപ്പാലിലാണ് ഇത് വേവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനിവിടെ മോരും കാച്ചുന്നുണ്ട്. അപ്പോൾ അതും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഉച്ചത്തേക്കുള്ള ചോറായി. അപ്പോൾ മോര് കാച്ചിയതിൽ തേങ്ങ അരച്ച് വെച്ചതാണ്. തേങ്ങ അരച്ച് വെച്ച മോരിൽ വറവിടുകയാണ്. അപ്പോൾ ഇവിടെ ചിക്കനല്ല, പിന്നെ ഇവിടെ ഇടിച്ചക്കയും ആകുന്നുണ്ട്. ചാറ് കറിക്ക് മോര് കാച്ചിയതും ഇടിച്ചക്കയും ഭയങ്കര കോമ്പിനേഷനാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. നല്ല അടിപൊളി ചിക്കൻ കറി പോലെ തന്നെയുണ്ട്. ഞാനത് ഇടയ്ക്ക് വായിലിങ്ങനെ ചിക്കൻ കറി എന്നൊക്കെ വരുന്ന പോലെ ചിക്കൻ കറി പോലെ തന്നെയുണ്ട്. ഞാനിത് മോര് കാച്ചിയൽ ഒരു വെളുത്തുള്ളി ഒരു 2-3 നീളത്തിൽ അരിഞ്ഞ വെളുത്തുള്ളിയും ഞാനിട്ടിട്ട് വറവിടാറുണ്ട്. നല്ല ടേസ്റ്റാണ്. വെളുത്തുള്ളി, കരിയാപ്പില, ഒരു ചെറിയ കായം ഒക്കെ ഇട്ടിട്ട് വറവിടുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഞങ്ങൾ പിന്നെ പൊതുവേ എണ്ണയൊക്കെ കുറവാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് അധികം എണ്ണയൊന്നുമില്ല. പേരിന് കേട്ടോ, ഞാൻ പച്ചമുളകൊക്കെ കീറിയിട്ട കാരണം അധികം അങ്ങോട്ട് അധികം മുളക് പൊടിയൊന്നുമില്ല, ഒക്കെ ആവശ്യത്തിനുണ്ട്. അപ്പോൾ എൻ്റെ ഇവിടെ ചാറ് കറിക്കും മോരുകറിയും ആയി, ഇടിച്ചക്ക മസാലക്കറി ആവുന്നുണ്ട്. അപ്പം ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. ഇതാ ഇടിച്ചക്ക, ഇതാ വെള്ളം അധികം ഇല്ല, കണ്ടില്ലേ, നന്നായിട്ട് എൻ്റെ വെന്ത് വന്നിട്ടുണ്ട്. ഒന്നും കൂടി ആവണം. അപ്പം നമുക്കൊന്ന് ഇളക്കി ഒന്ന് മൂടി വെക്കാം. ഇതാ അപ്പോൾ എൻ്റെ നല്ല അടിപൊളി ഉഗ്രൻ ടേസ്റ്റായ ഇടിച്ചക്ക പൊട്ടറ്റോ മസാല കറി റെഡി ആയിരിക്കുകയാണ്. ഇതാണ് പാകം. അധികം ഞാൻ പറഞ്ഞില്ലേ, ഈ വെള്ളം മതി. ഇനി നമുക്ക് ആദ്യം ഞാൻ എടുത്തു വെച്ചില്ല, ഇത് നമ്മൾ കസൂരി മേത്തി ആണ് ഇടുന്നത്. അതായത് ഉലുവച്ചപ്പില്ലേ, ഉലുവച്ചപ്പ് കസൂരി മേത്തി ഇടുകയാണ്. കുറച്ച് നല്ല മണം ഉണ്ടാവും. അപ്പോൾ കസൂരി മേത്തി ഇട്ടു. ഇനി നമുക്ക് ഇപ്പോൾ ഏകദേശം ആയല്ലോ. അപ്പം ഞാൻ ആ നേരത്തെ പിഴിഞ്ഞ് വെച്ച അപ്പോൾ കുറച്ച് ആ 1ാം പാൽ കൂടി ഒഴിച്ചു. 1ാം പാൽ കുറച്ച് ഒഴിച്ചു. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒരു നുള്ളു ഗരം മസാല കൂടി ഇട്ടിട്ട് കറി ഇറക്കി വെച്ചാൽ ഉഗ്രൻ അടിപൊളി നമ്മുടെ ചിക്കൻ വരട്ടിയതുപോലെ തന്നെ ഉണ്ടാവും. നല്ല ടേസ്റ്റാണ്. നിങ്ങളിത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് കഴിച്ചിട്ട് നിങ്ങൾ ഇതിൻ്റെ അഭിപ്രായം, ഗരം മസാല ഞാൻ ഇടുകയാണ്. ഗരം മസാല ഇട്ട് അവിടെ മൂടി വെച്ച് കഴിഞ്ഞാൽ നല്ല ഉഗ്രൻ ഇടിച്ചക്ക റെസിപ്പിയായി. അത് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. അപ്പം നമ്മുടെ ഇടിച്ചക്കയായി. ഇതാ ഞാൻ ചോറ് വിളമ്പി, നമ്മുടെ മോര് കാച്ചിയതുണ്ട്. താഴെ ഇരുന്നാണ് ചോറുണ്ണുന്നത്. ഒഡീഷയിൽ എല്ലാവരും പൊതുവെ താഴെ ഇരുന്നാണ് ചോറുണ്ണുന്നത്. അപ്പോൾ എനിക്ക് ഉരുളക്കിഴങ്ങ് ഒരു റെസിപ്പി കൂടി ഉണ്ട്, അത്
അത് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചതാണ്. ഉരുളക്കിഴങ്ങ് കൊണ്ട് നല്ലൊരു ടേസ്റ്റുള്ള, അത് ഞാനൊരിക്കൽ വീഡിയോ കാണിച്ചു തരാം. ഉരുളക്കിഴങ്ങിൻ്റെ ഒരു റെസിപ്പി ഉണ്ട്. പിന്നെ ഒഴിച്ചു കൂട്ടാനൊരു മോരുകറിയും പിന്നെ നമ്മളെ ഇടിച്ചക്ക മസാലക്കറിയും. ഉഗ്രനാണ് ഉച്ചക്കത്തെ ഇന്നത്തെ ഊണ്, കുശലാണ്. ഇതാ കണ്ടോ, ഇതാ ഞങ്ങളുടെ മസാല കറി. കശുവണ്ടി അരച്ച പേസ്റ്റൊക്കെ ചേർത്തുകൊണ്ട് നല്ല ടേസ്റ്റാണ്. തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റും കശുവണ്ടിയും പിന്നെ നമ്മുടെ മസാലയും ഒക്കെ നല്ല ഉഗ്രൻ ടേസ്റ്റാണ്. നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾ കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. ഇടിച്ചക്ക കൊണ്ടുള്ള നല്ലൊരു അടിപൊളിയായിട്ട് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. നിങ്ങൾക്ക് ഇത് നേരത്തെ അറിയെങ്കിൽ അതൊന്ന് കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. അപ്പോൾ ഈ റെസിപ്പി ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കണം, ഒന്ന് ട്രൈ ചെയ്യണം. നല്ല അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കശുവണ്ടിയൊക്കെ അരച്ച് കാജുവൊക്കെ അരച്ച് ചേർത്തത് കൊണ്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക മറന്നു പോകരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.